അസ്സലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയൊക്കെ ആയിട്ട് സ്കൂൾ ലീവുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കുട്ടികൾക്ക്. അങ്ങനെ ഞാനൊരു ചിക്കനും വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ, 2 പീസ് ചിക്കൻ, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പീസാക്കിയത്, പിന്നെ ഒരു 4 ബീൻസാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് നമുക്ക് ചിക്കനും ഈ വെജിറ്റബിൾസും ഒക്കെ ഇട്ട് ഒരു 1-1.5 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ചിക്കൻ വേവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബൗളിലേക്ക് തന്നെ അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളവും ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഈ മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ സൂപ്പിലുള്ള ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആ 2 പീസ് ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്കിങ്ങനെ പിച്ചിയിട്ടാലും മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു മാഗ്ഡ് ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പൊടിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇതായിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയിട്ട് തിളപ്പിക്കാം. അപ്പോൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് സൂപ്പിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടും. പിന്നെ വേണ്ടത് മുട്ട ഇതുപോലെ നേരെ നൂല് പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ആവുന്നതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതായിപ്പോൾ മുട്ടയും ചിക്കനും എല്ലാം കൂടെ നന്നായി തിളച്ച് നമ്മളെ സൂപ്പ് നല്ല കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് തിളക്കാനായിട്ട് അനുവദിക്കണം. ആ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്ത്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, ഇതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അവസാനമായിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഒരു പീസ് ബട്ടറാണ്. ഇതിങ്ങനെ നന്നായി എല്ലാം കൂടെ മിക്സായിട്ടൊന്ന് തിളക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പീസ് ബട്ടർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു, അപ്പോൾ ചൂടുള്ള സൂപ്പ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്കിത് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ബട്ടർ ഇട്ട് കൊടുത്ത് ഇതുപോലെ അതിങ്ങനെ മെൽട്ടായിക്കോളും. പിന്നെ നമുക്കിനി ഇതുപോലെ ഒരു ബൗളെടുത്ത് അതിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാം. സൂപ്പ് എപ്പോഴും നല്ല ചൂടോടെയാണ് കുടിക്കേണ്ടത്. ആ ചൂടോടെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണിത്. ചിക്കനും വെജിറ്റബിൾസൊക്കെ ആയിട്ട് നല്ല ഒരു സൂപ്പായിരുന്നു. നല്ല ടേസ്റ്റുള്ള സൂപ്പാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.